Excel Electricals, your perfect guiding tutor for home appliances. ഏവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ 2022 ആദ്യ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അടുക്കളയിലെ അവിഭാജ്യ ഘടകമായിരുന്ന അമ്മിയെ ഒരു മൂലക്കിരുത്തിയാണ് മിക്സി കടന്നു വന്നത്. മിക്സിയെക്കുറിച്ചായിരുന്നു എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ ആദ്യ വീഡിയോ. ഇന്ന് ചെയ്യുന്നത് മിക്സിയുടെ ജാറുകളെക്കുറിച്ചാണ്. വിവിധ ജാറുകൾ ഉപയോഗിക്കേണ്ട രീതി, ജാറുകൾ സൂക്ഷിക്കേണ്ടത് എങ്ങനെ, വിവിധ ബ്ലേഡുകൾ എന്തൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിനു മുമ്പായി ഒരു പ്രധാന കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾക്ക് സർവ്വ പിന്തുണയും തരുന്ന പ്രിയ പ്രേക്ഷകരാണ് നിങ്ങൾ. കഴിഞ്ഞ വീഡിയോകൾക്ക് നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും ഹൃദയത്തിൽ ചേർത്ത നന്ദി. തുടർന്ന് ഞങ്ങളുടെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ സർവ്വ പിന്തുണയും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലോട്ടേക്ക് കടക്കാം. സാധാരണ മിക്സികളിൽ 3 ജാറുകളാണ്. ഒന്ന് ചട്നി ജാർ, ഡ്രൈ ജാർ, വെറ്റ് ജാർ. ചില മിക്സികളിൽ ഒരു ജ്യൂസ് ജാർ കൂടി ഉണ്ടാവാറുണ്ട്. ആദ്യം നമുക്ക് ചട്നി ജാറിനെ കുറിച്ച് പറയാം. ചട്നി ജാർ ഉപയോഗിക്കുന്നത് എപ്പോഴും നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആവശ്യമുള്ള ഘട്ടങ്ങളിലാണ്. വളരെ കുറച്ച് പൊടിക്കാനായിക്കോട്ടെ അരക്കാനായിക്കോട്ടെ ഏതാവശ്യത്തിനും ചട്നി ജാർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ചട്നി ജാർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് ആയി ഒരുപാട് സമയം ഉപയോഗിക്കാതിരിക്കുക, നിർത്തി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് വരുന്നത് ഡ്രൈ ജാറാണ്. ചെറിയ ജാറിൽ ചെയ്യാൻ പറ്റാത്ത ഏതാവശ്യത്തിനും നമുക്ക് ഈ ജാർ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ അരി അരക്കാനും പൊടിക്കാനും നമുക്ക് ഉപയോഗിക്കാൻ. നമ്മുടെ വീടുകളിൽ സാധാരണയായി ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ അരക്കുന്നതിനാണ്. ഈ ആവശ്യത്തിന് ഏറ്റവും അനുയോജ്യമായ ജാർ ഇതാണ്. അടുത്തത് വെറ്റ് ജാറാണ്. കട്ടി കുറഞ്ഞ അരവുകൾക്കാണ് ഈ ജാർ ഏറ്റവും ഉത്തമം, അതായത് ജ്യൂസ് പോലുള്ള ആവശ്യങ്ങൾക്ക്. ചിലരെങ്കിലും ഈ ജാർ അരി അരക്കാനായി ഉപയോഗിക്കാറുണ്ട്. അരി അരക്കാൻ ഉപയോഗിക്കുമ്പോൾ ജാറിൻ്റെ പകുതി മാത്രം ക്വാണ്ടിറ്റി എടുക്കുക. കൂടുതൽ എടുത്താൽ മിക്സി ചൂടാവാനും അതുവഴി കംപ്ലൈൻറ്റ് വരാനും സാധ്യതയുണ്ട്. ഇനി പറയുന്നത് ജാറുകൾ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്നതാണ്. സാധാരണ നമ്മൾ ഉപയോഗശേഷം ജാറുകൾ കഴുകി വൃത്തിയാക്കാറുണ്ട്. പക്ഷേ എത്ര കഴുകി വൃത്തിയാക്കിയാലും ഇതിൻ്റെ ബ്ലേഡിനിടയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അരവിൻ്റെ അവശിഷ്ടങ്ങൾ വൃത്തിയാക്കാൻ സാധ്യത വളരെ കുറവാണ്. ബ്ലേഡിൻ്റെ ഈ ഭാഗങ്ങളിൽ ഒട്ടിപ്പിടിച്ച അരവിൻ്റെ ബാക്കി ഭാഗം ഒരിക്കലും കഴുകിയാൽ പോവാറില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് വെച്ച ഒരു ജാറെടുത്ത് അതിൽ പകുതി വെള്ളമെടുത്ത് മിക്സിയിൽ വെച്ചൊന്ന് കറക്കി നോക്കിയാൽ മതിയാവും. അപ്പോൾ ആ വെള്ളത്തിൽ മുഴുവൻ അരവിൻ്റെ അവശിഷ്ടങ്ങൾ കലങ്ങി നിൽക്കുന്നത് കാണാനാവും. ജാറിൽ ഇതുപോലുള്ള അവശിഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം അരക്കുമ്പോൾ ഈ അവശിഷ്ടങ്ങൾ കൂടി പുതിയ അരവിൽ മിക്സ് ആവാനും കാരണമാകും. 2-3 ദിവസം കഴിഞ്ഞ് ജാർ ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ ഇതിൽ പുഴു വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിർബന്ധമായും ജാർ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം വൃത്തിയായി കഴുകി അതിൽ പകുതി വെള്ളമെടുത്ത് മിക്സിയിൽ വെച്ചൊന്ന് വർക്ക് ചെയ്ത് കഴുകിക്കളയാൻ ശ്രദ്ധിക്കണം. കഴുകിയ ജാറുകൾ എപ്പോഴും കമിഴ്ത്തി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. സുജാത മിക്സിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് അഴിച്ച് വൃത്തിയാക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. ഇത് ഇതുപോലെ അഴിച്ചെടുത്ത് എല്ലാ ഭാഗങ്ങളും കഴുകി വൃത്തിയാക്കാനാവും. അതിനുശേഷം ഇനി കഴുകിയ ജാറുകൾ ഇതുപോലെ സെറ്റ് ചെയ്യണം. അടുത്തത് ജാറുകൾ ലീക്ക് വന്നാൽ എന്തു ചെയ്യണം എന്നതാണ്. നമ്മൾ ഒരുപാട് നടക്കുമ്പോൾ നമ്മുടെ ചെരുപ്പ് തേഞ്ഞു പോകാറുണ്ട്. അതുപോലെ തന്നെയാണ് ഒരുപാട് വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മിക്സിയുടെ ജാറിൻ്റെ ബുഷ് ഷാഫ്റ്റും തേഞ്ഞു പോവുക എന്നതും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മിക്സിയിലേക്ക് വെള്ളം ഇറങ്ങാനും അതുവഴി ഷോക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട്. കൂടാതെ ലീക്ക് വന്ന ജാർ ഉപയോഗിക്കുമ്പോൾ അരഞ്ഞു കിട്ടാൻ കൂടുതൽ സമയമെടുക്കും. ഇതിൻ്റെ ബ്ലേഡുകൾ ഷെയ്ക്കാവാനും പൊട്ടിപ്പോവാനും വരെ സാധ്യതയുണ്ട്. ലീക്ക് വന്ന ജാർ ഉപയോഗിക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നം, വെള്ളം മിക്സിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മിക്സി കേടായി പോവാനും കത്തിപ്പോവാനും വരെ സാധ്യതയുണ്ട്. കേടുവന്ന ജാറുകൾ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് ഇതിൻ്റെ ബുഷും ഷാഫ്റ്റും മാറ്റി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ജാറിന് വരുന്ന മറ്റൊരു പ്രശ്നം ഇതിൻ്റെ കപ്ലർ ടൈറ്റ് ആവുക എന്നതാണ്. ടൈറ്റ് വന്നു കഴിഞ്ഞാൽ അരഞ്ഞു കിട്ടുന്നതിന് സമയം കൂടുതലെടുക്കും. കൂടാതെ മിക്സി ചൂടാവാനും സാധ്യതയുണ്ട്. ഇങ്ങനെ വന്നാലും ഇതിൻ്റെ ബുഷും ഷാഫ്റ്റും മാറ്റി മാത്രം ഉപയോഗിക്കുക.
അടുത്തത് ജാറിൻ്റെ ലിഡ് അഥവാ അടപ്പ് ആണ്. ഇതെപ്പോഴും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴുകിയ ശേഷം തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക. തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുന്നില്ല എങ്കിൽ ഇത് അഴുകിപ്പോവാനും സാധ്യതയുണ്ട്. ഓരോ ജാറുകൾക്കും വ്യത്യസ്തങ്ങളായ ബ്ലേഡുകളാണ് വരുന്നത്. ഓരോ കമ്പനികളുടെയും ജാറുകളിലും അതിൻ്റെ ബ്ലേഡുകളിലും വ്യത്യാസം വരാറുണ്ട്. സാധാരണ മിക്സി വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ 2-3 ബ്ലേഡുകളും ഒരു സ്പാച്ചുലയും നമുക്ക് ലഭിക്കാറുണ്ട്. ഇതിൻ്റെ ഉപയോഗം പലർക്കും അറിയില്ല. ബ്ലേഡുകളുടെ ഉപയോഗവും സ്പാച്ചുലയുടെ ഉപയോഗവും എന്താണെന്ന് നമുക്ക് നോക്കാം. സ്പാച്ചുല ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ അരവ് തട്ടി ബ്ലേഡിലോട്ടേക്ക് ആക്കാനാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഇത് ബ്ലേഡ് ചേഞ്ച് ചെയ്യാൻ കൂടി ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപയോഗിച്ച് ബ്ലേഡ് അഴിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കൈകൊണ്ട് ബ്ലേഡ് ചേർത്ത് പിടിച്ച ശേഷം ഇതുപോലെ അഴിച്ചെടുക്കാനാവും. അഴിക്കുമ്പോൾ എപ്പോഴും ഇത് ക്ലോക്ക് വൈസിൽ മാത്രം തിരിച്ച് അഴിക്കുക. ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ചാൽ ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലേഡ് സാധാരണ നമുക്ക് ലഭിക്കാറുണ്ട്. ഈ ബ്ലേഡ് ഉപയോഗിക്കുന്നത് തൈര് കടയുന്നതിനും അതുപോലുള്ള ആവശ്യങ്ങൾക്കാണ്. ഇത് നമുക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് വരുന്നത് ഈ ഒരു ബ്ലേഡാണ്. ഇത് ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ കട്ടിങ്ങിനാണ്. അതിവേഗത്തിലുള്ള മിക്സിയുടെ കറക്കത്തെ ജാറുകളിലേക്ക് എത്തിക്കുന്നത് കപ്ലറുകളാണ്. മിക്സിയുടെയും ജാറിൻ്റെയും കപ്ലറുകൾ ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ ഇത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ജാറിൻ്റെ ബുഷ് ടൈറ്റ് ആണെങ്കിലും കപ്ലറുകൾ തകരാറിലാവാം. കപ്ലറുകൾ തകരാറിലായി സർവീസ് സെൻറ്ററിലേക്ക് ജാറുകൾ കൊണ്ടുപോകുമ്പോൾ മിക്സി കൂടി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇനി കുറച്ച് ടിപ്സുകൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ജാറിൽ അരക്കാനായി എടുക്കുന്ന സാധനങ്ങൾ ജാറിൻ്റെ പകുതി മാത്രമായി പരിമിതപ്പെടുത്തുക. ജാർ മിക്സിയിൽ കൃത്യമായി ലോക്ക് ചെയ്ത ശേഷം മാത്രം മിക്സി പ്രവർത്തിപ്പിക്കുക. ഒടിഞ്ഞതോ മുറിഞ്ഞതോ ആയ ബ്ലേഡുകൾ മാറ്റി മാത്രം ഉപയോഗിക്കുക. ലീക്ക് വന്ന ജാറുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. അരി അരക്കാനും മറ്റും ഉപയോഗിക്കുമ്പോൾ മുഴുവൻ വെള്ളവും ആദ്യം തന്നെ ഒഴിക്കാതെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ജാറിൻ്റെ അടിവശം കഴുകി ഉണക്കി വയ്ക്കുക. ഇത്രയുമാണ് ജാറുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്